വർദ്ധിച്ചൊന്നുമില്ല, ഞാനുണ്ടായിരുന്നു അവിടെ. അല്ലല്ല, ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കൈരളി റിപ്പോർട്ടർ ഒരു ചോദ്യം ചോദിച്ചു എന്നോട്. അവസാനം ചോദ്യം ചോദിച്ചത്, അവിടെ ഇത്രയും ദിവസം IC യൂണിറ്റിൽ കിടക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ജില്ലാ വൈസ് പ്രസിഡന്റ്. IC യൂണിറ്റിൽ നിന്ന് ഇന്നലെയാണ് അദ്ദേഹത്തെ റൂമിലേക്ക് കൊണ്ടുവന്നത്. ക്രൂരമായ മർദ്ദനം പോലീസിൻ്റെ ഏറ്റുവാങ്ങി ശ്വാസം മുട്ടി ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ഭയന്നാണ് IC യൂണിറ്റ് പ്രവേശിപ്പിച്ചത്. അപ്പോൾ അതിനൊരു വലിയ വികാരത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ നിന്നിരുന്ന ആളെ റൂമിലേക്ക് കൊണ്ടുവന്നേയുള്ളൂ. അതിൽ സ്ഥാനാർത്ഥിയും കൂടിയായിരുന്നു. അപ്പോൾ കൈരളി ലേഖകൻ ഇയാൾ മർദ്ദിക്കുന്നതിൻ്റെ, അയാളെല്ലാവരെയും മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യമാണ്. അയാൾ സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥി കള്ള വോട്ട് ചെയ്യാൻ വന്നവരെ ചൂണ്ടിക്കാണിച്ച് അവരെ തടുത്ത് നിർത്തിയതാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മാറി വണ്ടിയിലേക്ക് കയറാൻ പോയപ്പോൾ ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൈരളി പ്രവർത്തകരുമായിട്ട് വാക്കുവാദം ഉണ്ടായി. ഞാൻ അവരെ ഇറങ്ങി നിന്നിട്ട് പിടിച്ചു മാറ്റി. ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. ഞാൻ അവരോട് ഒരു തരത്തിൽ ഇത് തോന്നിയാസമാണ്. പത്രപ്രവർത്തകർക്ക് ഏത് റിപ്പോർട്ടർമാർക്കും ചോദിക്കാനുള്ള അവകാശമുണ്ട്, അതിന് മറുപടി പറയാൻ നമുക്കും അവകാശമുണ്ട്. നിങ്ങൾ അതിൻ്റെ അകത്ത് ഇടപെടണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവരെ ശാസിച്ചും മാറ്റി നിർത്തി. ഞങ്ങളുടെ നടപടി അതാണ്. അവർ ചെയ്തത് തെറ്റാണ്. അതുകൊണ്ടാണ് ഞാനത് തെറ്റാണ്, മേലെ കാണിക്കണമെന്ന് ശക്തമായ കാർക്കശ്യം നിറച്ച ഭാഷയിൽ അവരോട് പറഞ്ഞത്. പക്ഷെ അവരെ പ്രകോപിപ്പിച്ചത് IC യൂണിറ്റിൽ പോലീസിൻ്റെ തല്ലുകൊണ്ട് കിടക്കുന്ന ഒരുത്തൻ അവനാണ് തല്ലിയതിൻ്റെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് പ്രകോപനം. എന്നാലും പ്രകോപനം കൊള്ളാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാനത് അപ്പം തന്നെ താക്കീത് നൽകി. നമ്മുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാവില്ല ഒരിക്കലും. ചെയ്ത് തെറ്റ് ചെയ്താൽ നമ്മൾ നടപടി എടുക്കുകയും ചെയ്യും. ആ ആ അല്ല, അവിടെ നടപടി ഒന്നും എടുത്തിട്ടില്ല. അവിടെ കയ്യേറ്റം ചെയ്തു, ക്യാമറമാനെ കയ്യേറ്റം ചെയ്തു, അല്ലേ, മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടറെ കയ്യേറ്റം ചെയ്തു, അവിടെ പലരും കയ്യേറ്റം ചെയ്തു. ഒരു നടപടി എടുത്തിട്ടില്ല. അത് അവർ തമ്മിൽ അടിക്കുന്നത് പടം എടുത്താണ്. അതിന് പത്രപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു. അതിന് നടപടിയെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഒരു ശബ്ദം കേട്ടപ്പോൾ തന്നെ ഓടി അവർ രണ്ടുപേരുടെ ഇടയിലെത്തി. ഞങ്ങളെ സീനിയർ ലീഡേഴ്സ്, അവിടുത്തെ DCC പ്രസിഡന്റ്, മുൻ MLA ശിവദാസൻ നായർ ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ മുമ്പിൽ വന്നു നിന്ന് ഞങ്ങളവരെ ശാസിച്ച് അപ്പം തന്നെ മാറ്റി. വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചെന്നല്ലാതെ വേറൊരു ഇനി എന്തെങ്കിലും അവരുടെ ഭാഗത്ത് തെറ്റെങ്കിൽ ഞങ്ങൾ അപ്പം നടപടി എടുത്തേനെ. ഞാൻ നടപടി എടുത്തിട്ട് അവിടെ നിന്ന് വണ്ടി കയറുള്ളായിരുന്നു. നമ്മൾ അനുവദിക്കില്ല, ഒരിക്കലും അനുവദിക്കില്ല. ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കുകയില്ല ഒരു തരത്തിൽ. അതെന്താ പറയുക, രണ്ട് കാര്യമുണ്ട്. ഇപ്പം നിങ്ങൾ ചില മാധ്യമങ്ങൾ 29-ാം തീയതി വയനാടിൽ ഞാൻ കണ്ടു, ഒരു പുഴയുടെ അരികിൽ ഒരു പ്രായമുള്ള ആൾ നിങ്ങളോട് പറയാണ് മുകളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഉരുൾ പൊട്ടിക്കാണ്. കാരണം പുഴയുടെ നിറം വ്യത്യാസം വരുന്നു, ചെളി വരുന്നു, ഒരു ഗന്ധം വരുന്നു, ഒരു മണം വരുന്നു. അതുകൊണ്ട് ആളുകളെ മാറ്റണമെന്ന് പറഞ്ഞു. അവിടുത്തെ ജില്ലാ പഞ്ചായത്തും അവിടുത്തെ ഗ്രാമപഞ്ചായത്തും ഇത് കേട്ട് കുറേ പേരെ മാറ്റി, പരമാവധി ആളുകളെ മാറ്റി. അതെന്താണ്? പ്രാചീനമായ അറിവാണ്, ഇൻഡിജിനസ് നോളജാണ്. ആ അറിവാണ് ഈ വെലങ്ങാട് ഇത്രയും പേരെ രക്ഷിക്കാൻ കാരണമായത്. വയനാട്ടിലും കോഴിക്കോടും ഒരു ജില്ലാ ഭരണകൂടവും ആരും പ്രത്യേക സഹായത്തിനോ സർക്കാരിൻ്റെ ഒരു ഏജൻസിയോ, ഞാൻ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുകയല്ല, ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസിയോ ഒരു മുന്നറിയിപ്പും കൊടുത്തില്ല. അവിടെ ഈ പറയുന്ന ആളുകൾ തന്നെ പരസ്പരം മുന്നറിയിപ്പ് കൊടുത്ത് വേറെ വീടുകളിലേക്ക് മാറിയില്ലായിരുന്നെങ്കിൽ വലിയ തോതിലുള്ള കാഷ്വാലിറ്റി വെലങ്ങാട് ഉണ്ടായേനെ. അപ്പം നമ്മളെപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശാസ്ത്രീയമായ അറിവും പ്രാചീനമായ അറിവും കൂടി കൂട്ടിയിണക്കിക്കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ.